ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വിദേശത്തും സ്വദേശത്തും ഒരുപോലെ മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് കുബേര. ഇന്ത്യയിൽ തെലുങ്ക് സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലും കർണാടകയിലും മികച്ച അഭിപ്രായം ഈ സിനിമ നേടിയെടുത്തപ്പോൾ കേരളത്തിൽ മിക്സഡ് അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരുന്നത്. ചിത്രം തിയേറ്ററിലെത്തി ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ ബുക്ക് മൈ ഷോയിലൂടെ 24 മണിക്കൂറിനുള്ളിൽ 3,62,000 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത്. ശേഖർ കമ്മുല തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാന, ജിം സർഫ്, ദിലീപ് താഹിൽ എന്നിങ്ങനെയാണ് പ്രധാന അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 30 ലക്ഷം രൂപയായിരുന്നു. തമിഴ്നാട് ഓപ്പണിംഗ് കളക്ഷനായി 4 കോടി 30 ലക്ഷം നേടിയെടുത്ത ഈ സിനിമ ആന്ധ്ര, തെലങ്കാനയിൽ നിന്ന് 10 കോടി 55 ലക്ഷം രൂപയും കർണാടക കളക്ഷനായി 1 കോടി 60 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 50 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ വിദേശ കളക്ഷനായി $1.29 മില്യൺ കളക്ട് ചെയ്തത്, അതായത് 11 കോടി 15 ലക്ഷം രൂപ. ടോട്ടൽ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി 28 കോടി 40 ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ധനുഷിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷനാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. നേരത്തെ രായൻ എന്ന തമിഴ് സിനിമ നേടിയെടുത്തിരുന്ന 24 കോടി 75 ലക്ഷം രൂപയാണ് കുബേര എന്ന സിനിമയിലൂടെ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഇനി രണ്ടാം ദിവസമായ ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഈ സിനിമ കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 55 ലക്ഷത്തോളമാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. തമിഴ്നാട്ടിൽ ഇന്ന് 5 കോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആന്ധ്ര, തെലങ്കാനയിൽ 11 കോടിക്ക് മുകളിലും കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം 30-32 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 60 കോടി റേഞ്ചിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ആമിർ ഖാൻ, ജനീലിയ ദേശ്മുഖ് എന്നിവർ പ്രധാന താരങ്ങളായി RS പ്രസന്ന സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ സിതാരെ സമീൻ പർ എന്ന സിനിമ ആവറേജ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. ചിത്രം ഇന്നലെ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് 11 കോടി 20 ലക്ഷം രൂപയാണ്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 13 കോടി 35 ലക്ഷം രൂപയുമാണ്. വിദേശ കളക്ഷനായി ഈ സിനിമ ഇന്നലെ കളക്ട് ചെയ്തത് 7 കോടി 15 ലക്ഷം രൂപയുമാണ്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ ദിവസം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് 20 കോടി 50 ലക്ഷം രൂപയുമാണ്. അതേസമയം രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയ്ക്ക് വളരെ മികച്ച ബുക്കിംഗ് ആണ് നേടിയെടുക്കാനായിട്ടുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ ഏകദേശം 75,000 ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് ശനിയാഴ്ച 4 മണിക്ക് ഈ സിനിമയുടെ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത് 1,50,000-ഓളമാണ്. നിലവിൽ ബുക്ക് മൈ ഷോയിലൂടെ മണിക്കൂറിൽ 24,000-ലധികം ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്ന ഈ സിനിമ 24 മണിക്കൂറിനുള്ളിൽ 3 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെടും എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 25-30 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം പിന്നിടുമ്പോൾ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 50 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അരുൺ വൈഗ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ ജൂൺ 20 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള അഥവാ UK OK. ചിത്രത്തിൽ ജോണി ആന്റണി, രഞ്ജിത്ത് സജീവ്, ഇന്ദ്രൻസ്, മനോജ് കെ ജയൻ, അൽഫോൺസ് പുത്രൻ, മഞ്ജു പിള്ള, KU മനോജ്, മീര വാസുദേവൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 38 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു എന്നിവർ പ്രധാന താരങ്ങളായി ഷാഹി കബീർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 13 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് റോന്ത്. ചിത്രം 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിന്റെ 8 ദിവസത്തെ കേരള കളക്ഷൻ 3 കോടി 81 ലക്ഷം രൂപയാണ്. 9ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 4 കോടി 15 ലക്ഷം കളക്ട് ചെയ്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ഏകദേശം 7.5-8 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ES വിപിൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ജൂൺ 13 തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മറ്റൊരു മലയാള സിനിമയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ, ജോമോൻ ജ്യോതിർ, അസീസ് നെടുമങ്ങാട്, ബൈജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കേരള കളക്ഷൻ 26,50,000 രൂപയായിരുന്നു. അങ്ങനെ 8 ദിവസം കൊണ്ട് 3 കോടി 5 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 9ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 40 ലക്ഷത്തിന് മുകളിലാണ്. അങ്ങനെ 3 കോടി 45 ലക്ഷം രൂപ ആദ്യ 9 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 6 കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ വിവിധ ഭാഷകളിലെ 5 സിനിമകളുടെ കളക്ഷൻ വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.